നിലയ്ക്കാത്ത ചിരിമുഹൂർത്തങ്ങളുടെ രസച്ചരടു പൊട്ടാത്ത അവതരണം. മുകേഷ്, മാമുക്കോയ, ഇന്നസെന്റ്, സിദ്ദിഖ് എന്നിവരുടെ സൂപ്പർ ഹിറ്റ് കോമഡി. ഇത് അടിക്കുന്നതിന് മുമ്പ് ഓനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പടച്ചോന്റെ ഓരോരോ തീരുമാനങ്ങളെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അടി കിട്ടുന്ന സമയത്ത് വല്ല വികാരം തോന്നിയോ? തോന്നി. അല്ല, ഇന്നോട് ചൂടായിട്ട് എന്താന്ന്? ഞാൻ അതല്ല നോക്കണേ, ഈ മാത്യു സാർ എന്തിനാ അടിച്ചെന്നുള്ളതാ. എന്റെ ഒരു മാത്യു സാർ അവനിങ്ങോട്ട് വരട്ടെ, അവന്റെ ഒരു ഒറ്റ എല്ലി ഞാൻ ബാക്കി വെച്ചേക്കൂല. അവനാന്റെ എല്ല് ക്ലിയർ ആയിട്ട് പോരെ, ആരാന്റെ എല്ല് ഒന്ന് പോടോന്ന്. പോയാ പിന്നെ ആര് ചൂട് പിടിക്കുന്നു? ഈ ചൂട് പിടിക്കുന്ന സമയത്തെ ആള് ചൂടാവരുത്. നല്ല ക്ഷമ വേണം കേട്ടോ. കളിക്കല്ലേ, നിനക്ക് കിട്ടുമ്പോ അറിയാ. അതെ അതെ, കിട്ടേണ്ടത് കിട്ടേണ്ടവന് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. അല്ല, അതാ വരണ. അല്ല എടാ കൂട്ടത്തിൽ നിന്ന് കാലേ ചവിട്ടരുത്. എന്താ കാര്യം? നിനക്കൊന്നും മനസ്സിലായില്ല. കഷ്ടമുണ്ട്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് കഷ്ടം? വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, അല്ലാതെ പാര വെക്കാൻ ശ്രമിക്കരുത്. പാരെ? ഇവൻ എന്നെ തല്ലു വിളിക്കാല്ലേ ഇവിടെ വന്നത്? ഞാൻ തല്ലു വിളിക്കാനൊന്നല്ല വന്നത്. പിന്നെന്തിനാ നീ ഇവിടെ വന്നത്? എന്തിനാ പോയെന്ന് പറയൂ. പറഞ്ഞോളീന്ന് പറയടാ. ഞാൻ അവന് കണ്ട് കിട്ടുന്ന കാണാൻ പോയ. എന്നാ അതിന് രണ്ട് കൊണ്ടുപോയി യാതൊരു തെറ്റുമില്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. തൊട്ടി നല്ല ചൂട് പിടിച്ചുകൂടും. ഊക്കിട്ടുണ്ട്. നല്ല പച്ച കോഴിയെ കീറി ചാരായത്തിനകത്ത് കലക്കി സൂപ്പ് വെച്ചുകൂടും. ഇടിയല്ലയോ കിട്ടിയത്? പിന്നെ പാര വെക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതായിരിക്കും. ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത്. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിനെങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് വിവരം തരുമോ? ഒരൊറ്റ ചവിട്ടിയാണ്. എന്റെ അമ്മോ, എന്നാ ഉരുപ്പടികളാ. ചുമ്മാ അല്ല സ്വാമി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്നത്. ഹലോ, ഞാൻ നിങ്ങളുടെ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. എന്താ പേര്? രാമൂർത്തി സാറിന് ഇവിടെ നല്ല പേരാന്ന് തോന്നുന്നു. എന്റെ അമ്മേ, നീ എന്താ സദ്യ നടത്താൻ പോകുന്ന? എന്താ നീ കളിക്കല്ലേ, 2 ആഴ്ചത്തോളം മലക്കറിയാണിത്. അല്ലെങ്കിലും അടുക്കള ഭരണം നിന്നെ ഏൽപ്പിച്ചാലേ മനുഷ്യ കുത്തുവാള എടുക്കും. എടാ, എന്തെങ്കിലും കഴിക്കുമ്പോ അല്പം സ്വല്പം രുചിയായിട്ട് കഴിക്കണം. അല്ലാതെ നക്കി പിശിക്ക് ഒരുമാതിരി പുളിവെള്ളം കുടിക്കുന്ന പോലെയല്ല. 2 കഷ്ണം കൂടുതൽ ഇട്ടെന്ന് ഞാൻ ഒന്നും സംഭവിക്കാനില്ല. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, ഇത് മുഴുവൻ കൂടെ എടുത്തിട്ട് ഇതെന്തിനാ? മുളക് പൊടി രുചി കൊടുത്തതാ. ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. തെണ്ടിന്റെ അച്ഛൻ എന്ത് വാടേ രാവിലെ ഒരു കലബല? ഓ, ഇനി എത്തിയല്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചുറ്റലൊക്കെ കഴിഞ്ഞ് മാമുണ്ണാനിങ് എത്തിയാ മതിയായിരുന്നു. ഊണ് റെഡിയായില്ലേ? നോക്കിയിരിക്കാതെ അരി എടുത്ത് കഴിയും, അടുപ്പിലിടാ. നോക്കി നിൽക്കാൻ അരി എടുത്ത് അടുപ്പത്തിടാൻ. അല്ല, എന്നോടാണോ? അയ്യോ, ഈ അരി മുഴുവൻ വേണോ? ഓടാ ദരിദ്രവാ. ഇവനൊക്കെ തീറ്റി പറ്റണമെങ്കിൽ റേഷൻ കട തുടങ്ങണം. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? നമ്മുടെ താമസം കുറച്ചുകൂടി സിറ്റിക്ക് അടുത്തോട്ട് മാറ്റിയാലോ എന്ന്. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, സിറ്റിക്ക് അടുത്താകുമ്പം സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ആഫീസിൽ പോകാനും ഒക്കെ സൗകര്യമാകും. എനിക്കിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. നമ്മുടെ പട്ടര ട്യൂട്ടോറിയൽ കോളേജിനടുത്ത് രസ്യനൊരു വീട്, ടൂലറ്റ് എന്ന ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അയ്യടാ, അവിടെ ആവുമ്പോ നിനക്ക് ട്യൂട്ടോറിയൽ പോകുന്ന പെമ്പിള്ളരെ സൗകര്യമായിട്ട് ലൈൻ അടിക്കാമല്ലോ. എന്നിട്ട് വേണം നാട്ടുകാർ കയറി മേയാൻ. എടാ, നിനക്ക് പറ്റിയ സ്ഥലം നീഞ്ചന്തയാ. ഒരു പായും തലണേ അവിടെ കൊണ്ടിട്ട് തരാം. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലേ? വേണ്ടെങ്കിൽ വേണ്ട. അതാ നല്ലത്. അരി കഴിയിട്ടില്ലേടേ? അയലത്തെട്ടറസിലൊരമ്പിളി വിടർന്നു, അലകടലായൻ മനമുണർന്നു. എന്തോ നാടേ അവിടെ? സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? പട്ടി പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ഇവന്റെ മുഖം കണി കണ്ട അന്നൊരൊറ്റ പെമ്പിളൊരു വീഴത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നീ വാടേ. എല്ലാം റെഡിയായിട്ട് ഉണ്ണാനാകുമ്പോ വിളിക്കട്ടാ. പോടാ അവിടുന്ന്. 11
12 13 14 15 16 അയ്യോ കടവുളെ മുരുക മുരുക കാപ്പാത്ത് അമലു അമലു என்னாச்சு അമലു இது வந்துட்டேக்கா അമലു உங்களுக்கு என்னாச்சு കീഴെ പാരടി കീഴെ പോരാ பார்த்தது போதும் எடுத்து சுத்த ஐயே அடி. உங்களுக்கு கொஞ்சம் கூட வெக்கமே கிடையாது எடுத்து சுத்த வேண்டியதானே அதுக்கு மேல சிரிப்பு ஐயோ அது எப்படி சுத்த முடியும் நீ தானே சொன்ன 50 வாட்டி சுட்டணும் இப்ப 21 ஆச்சு பேலன்ஸ் 30 சரி சரி எனக்கு அடுப்படியில வேலை இருக்கு நல்லா எக்ஸசைஸ் பண்ணுங்க சரி 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 நீ போடி அവിടുന്ന് ஐயோ ஐயோ கடவுளே என்னாச்சு கடவுளுக்கல்லடி எனக்கு ஆச்சது இப்ப எவ்வளவு ஆச்சு என்ன இப்ப எவ்வளவு ஆச்சு உங்க அப்பா விட்டுകള് അവക്ക് എപ്പോഴും ഉണ്ടൊരു കിന്നാരം ചോദിക്കും ഞാൻ വിട്ടില്ല ഞാൻ നല്ല എക്സ്ക്യൂസ് മീ നീനാരാശേരനല്ലേ അല്ല പിന്നെ ഗായത്രി മേനോൻ അല്ല പിന്നെ അല്ല നിങ്ങളുടെ പേര് ഇനിയും ഓർമ്മയിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പേര് പറ അപ്പൊ ഏതെങ്കിലും ഒന്ന് ശരിയാവും കേട്ടോടി ഇന്നാള് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു കഷണ്ടി ഇതുപോലെ എന്റെ പുറകെ നടന്ന് എന്റെ പേര് ചോദിച്ചു നീ വാടി ഓരോരുത്തന്മാർ ഇറങ്ങും ഓരോ അടവുകളും കൊണ്ട് എടാ പവിത്ര എന്റെ ഈ പരിപാവനമായ നമ്പർ നീ ഇത്ര ചീപ്പാക്കുമെന്ന് ഞാൻ കരുതിയില്ല 8 രൂപയുടെ ക്യാബേജ് തോരൻ കൂട്ടിയാലേ ശരിയാവത്തില്ല താൻ ബീറ്റ്റൂട്ട് എടുക്ക് അതും സാറിന് ശരിയാവില്ല ശരിയാവില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം തക്കാളിയുടെ വില പറയണം 7.80 1 കിലോയ്ക്കാണോ അല്ല 1/4 കിലോയ്ക്ക് വേണമെങ്കിൽ വാങ്ങിയാ മതി സാറേ. തക്കാളി ഒരു 1/2 കിലോ വേണമായിരുന്നു എങ്ങനെ കൊടുക്കുന്നു പറ തൂക്കി നല്ല കട്ടിയുള്ള പത്രക്കടലാസ് പൊതിഞ്ഞു കൊടുക്കും. എന്താ വേണോ? തമാശ പറഞ്ഞതാ അല്ല കോമഡി. കുറെ നേരം ആയല്ലോ മനുഷ്യനെ മെനക്കെട്ടാൻ തുടങ്ങിയിട്ട്. കാശ് എടുക്കണം സാറേ. എത്രയായിരുന്നു പറ 12 രൂപ 95 പൈസ. സാധനങ്ങളുടെ വില പോയൊരു പോക്കേ ഈ കണക്കിന് മനുഷ്യൻ തെണ്ടിയത് തന്നെ ബാക്കിതാ അല്ല 12.95 ഇത് മുഴുവനായില്ല. ഒരു 5 പൈസയുടെ കുറവുണ്ട്. അങ്ങനെ ഇപ്പൊ കുറക്കണ്ട നീ എടുത്തേ ചില്ലറ ഇല്ല സാറേ. ചില്ലറ ഇല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് വരണം 5 പൈസ വെറുതെ കിട്ടൂല്ലോ. ഒരു 4 എണ്ണം എടുത്തേ എന്തെടുത്താലും ഒരു 95ന്റെ കണക്ക് ഇതെന്താണ് ബാറ്റയുടെ ചെരുപ്പ ചേട്ടാ 2 വില കറിവേപ്പില ഞാൻ എടുത്തോട്ടെ. ഓസിൽ കൊടുക്കാൻ ഇവിടെ കരിവേപ്പിലില്ല സാറേ. സാറ് ചെല്ലേ. അപ്പഴേ നാളെ മുതലേ അപ്പുറത്തെ കടയിൽ നിന്ന് മലക്കറി വാങ്ങിയാ മതി. എവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഞാൻ ആലോചിച്ചോളാം. എന്റെ ഒരു പുളിത്തിയ കട അപ്പുറത്തെ കടക്കാരൻ ഇത് തന്നെ പറഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? ഓ പാവൻ ചെവി കേൾക്കാൻ വയ്യ. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? നീന രാജശേഖരനല്ലേ? അല്ല LIC ജോലിയുള്ള രാജശേഖര സാറിന്റെ മകള്? അല്ല കൺഫ്യൂഷനായി. ഗായത്രി മേനോൻ അല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയരുത്. ഗായത്രി മേനോൻ തന്നെ. ഞാൻ സമ്മതിക്കില്ല. കുട്ടി തന്നെ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. പിന്നെ എവിടെ? സിനിമാ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച കുട്ടി അജന്ത തിയേറ്ററിൽ വന്നില്ലേ? ഞങ്ങള് ശ്രീബാലയിലാണല്ലോ പോയത്. അതെ. കുട്ടിയുടെ പേരെന്താ? അനിത മേനോൻ. മിസസ് മേനോന്റെ മോളല്ലേ? മമ്മി എനിക്ക് നല്ലപോലെ അറിയാം. ഐ എം മാത്യു നൈനാൻ കോശി, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അതായത് ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള്. ഡോക്ടേഴ്സ് ഡോക്ടർ. ഇവരൊക്കെ ഫ്രണ്ട്സ് ആവുമല്ലേ? അതെ. എന്താ കുട്ടിയുടെ പേര്? എൽസി. ബസ് വന്നു ഞങ്ങൾ പോട്ടെ. പിന്നെ മമ്മിയോട് പ്രത്യേകം പറയണം. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. വരട്ടെ അങ്കിൾ. മാത്യു അങ്കിൾ ടാറ്റാ. എന്താടാ തൂക്കിട്ടിരിക്കുന്നത്? പാർട്ടി സമ്മേളനത്തിന് കൊടി തൂക്കുന്നത് പോലെ. അയ്യേ ഇതെന്താ? അതെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടെന്ന്. അവന്റെതാ. നിന്റെ ഡബിൾ കോട്ടല്ലേ, അവനെയും കൊണ്ടൊന്ന് കിടത്തണം. കിടത്തും. ഞാൻ ഡബിൾ ബെഡ് മേടിച്ചിട്ടിരിക്കുന്നേ എനിക്ക് വിശാലമായിട്ട് കിടക്കാനാ. എല്ലാം കൂടെ ഞാൻ വലിച്ചെടുത്ത്. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിച്ചാ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ഇവനാണ് കോശി, ഇത് രാമമൂർത്തി. ഇവിടെ ഫെമിന ട്യൂട്ടോറിയൽ കോളേജിൽ വാദിയരായിട്ട് വന്നിരിക്കുക. അന്നാമ്മയും ശ്രീജമോളും പഠിക്കുന്ന ഫെമിന ട്യൂട്ടോറിയല്ല. ഇയാളെ പിടിച്ച് അവിടെ കയറി പറ്റാം. ഇരിക്കി.
ദാ ഇവൻ എന്റെ ആത്മാർത്ഥ സ്നേഹിതനാ. ഇവന്റെ ഫ്രണ്ട് ആവുമ്പോ രാമമൂർത്തി എന്റെയും ഫ്രണ്ടാ. വി ആർ ഓൾ ഫ്രണ്ട്സ്. ഇനി ഒന്നും പേടിക്കാനില്ല. നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാം. നല്ലപ്പാണ്. എന്നാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ. നാളെ കൊള്ളാം. അല്ല എല്ലാരും വേണം മോന്താൻ. ചായ റെഡി. വാ, ചൂടായിട്ട് ചായ കുടിക്കാം. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നേ.